ഓക്കെ. ഹിറ്റ് 3 ഭയങ്കര നല്ല പടമാണ്. എന്ന് വെച്ചാൽ ഒരു 2.25 മണിക്കൂറോളം പടം ഒട്ടും തന്നെ ലാഗിങ് എന്ന് വെച്ചാൽ ഇവരുടെ റൊമാൻസ് പോർഷൻ ഇടയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമുണ്ട്. ആക്ട് ബാക്ക് തേർഡ് ആക്ട് ഒക്കെ ഭയങ്കര രസമുണ്ട്. ഇനി ഇൻസൈഡിങ് വാങ്ങി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ നമുക്ക് ഒട്ടും തന്നെ നമ്മളെ ചിന്തിക്കുന്ന രീതിയിൽ ആദ്യം ഈ സിനിമ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ അധികം ലാഗില്ലാതെ സിനിമയ്ക്ക് നല്ലോണം മൊമെൻറ്റും ഉണ്ട്. പിന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കണ്ടന്റും കൂടിയാണ് സിനിമയുടെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ഷനും അതെ. സോ ആക്ഷനും ബാക്കിയുള്ളതൊക്കെ ഒരു ഹൂഡണിറ്റ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെങ്കിൽ ഇതിന് ഭയങ്കര പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇതിൻ്റെ ആക്ഷനും ഇൻവെസ്റ്റിഗേഷനും നല്ലോണം പോകുന്നുണ്ട്. നാനിയുടെ ഭയങ്കര രസമാണ്. ആൻഡ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആസ് യൂഷ്വൽ ഇവരുടെ ഫ്രാഞ്ചൈസിൻ്റെ നെക്സ്റ്റ് പോർഷനിൽ ആരാ വരുന്നതെന്ന് കാണിക്കുന്നത് നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് അതിലേക്ക് വരുന്നത്. സോ അത് ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ്. ആൻഡ് നാനിയുടെ പെർഫോമൻസ് ആണെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രാഫി സൂപ്പറാണ്, മ്യൂസിക് നല്ല രസമാണ്. ആൻഡ് ഇത് ഭയങ്കര ഡയറക്ഷൻ വാസ് ഭയങ്കര നീറ്റ് ഡയറക്ഷനായിരുന്നു. ഒട്ടും തന്നെ ഫ്ലോ ഇല്ല, അനാവശ്യ സീക്വൻസുകളില്ല. ആക്ച്വലി ഉണ്ട്, ഇവരുടെ ഈ റൊമാൻസ് പോർഷൻ ഇച്ചിരി ക്രിഞ്ചിയാണ്, പക്ഷെ എന്നാലും ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അനാവശ്യം സോങ്സ് ഇതിൽ വരുന്നില്ല. ആക്ഷൻസ് ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. ഡയലോഗ്സ് നല്ലതാണ്. ഡബ്ബിങ് കുറച്ച് ശോകമാണ്, ബിക്കോസ് ഡബ്ബിങ്ങിൽ ചില സാധനങ്ങൾ അവർ ഫില്ല് ചെയ്തിട്ടില്ല. ചില ഡയലോഗ്സിൽ തെലുഗു തന്നെയാണ് വരുന്നത്. ബട്ട് ദാറ്റ്സ് ഓക്കെ, നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആൻഡ് സോ മൊത്തത്തിൽ ഈ പടത്തിന് ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് സിനിമയാണ്. സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ട് തേർഡ് ആക്ട് ഒക്കെ വരുമ്പോഴേക്കും ഭയങ്കര രസം. ഇതിൻ്റെ ഇൻസൈഡിങ് മൈൻഡാണ് ഏറ്റവും ഭയങ്കര രസമായിട്ടുള്ളത്. ഭയങ്കര വയലൻസ് ഉള്ള സിനിമയാണ്. ഇതിൽ നേരത്തെ ഒരാൾ പറയണ കേട്ടു, കില്ല് മാർക്ക് കമ്പയർ, അത് വയലൻസ് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള വയലൻസ്, ലൈക്ക് കില്ലിലൊക്കെ ഉള്ള വയലൻസ് ടൈപ്പ് സാധനമാണ്. പക്ഷെ അൺനെസസറി അല്ല ആ വയലൻസ് അത് കാണിക്കുമ്പോൾ അത് കിട്ടുന്ന ആൾക്ക് തന്നെയാണ് ആ വയലൻസ് കിട്ടുന്നത്. സോ അൺനെസസറി ആയിട്ടുള്ള വയലൻസ് ആണ് വരുന്നില്ല. പടം അടിപൊളിയാണ്, നല്ല കിടിലൻ പടമാണ്. ഹിറ്റ് എല്ലാ സീരീസും ഞാൻ കണ്ടതാണ്. ഹിറ്റിൻ്റെ ഫസ്റ്റ് സീരീസ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രത്യേകത ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്താണ്. 1 year ഫോർത്ത് വെയിറ്റിംഗ് ആണ്. നാനിയുടെ പ്രൊഡക്ഷൻ തെലുങ്ക് കാണുന്നവർക്ക് മനസ്സിലാവും പടം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. നല്ല ഫൈറ്റും എല്ലാം അടിപൊളിയാണ് പടത്തിൽ. വയലൻസ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അതിക്രൂരമായ വയലൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. നല്ലതാണ്. ഫസ്റ്റ് സെക്കൻഡാണ് നല്ലതാണ്. തേർഡ് ഒരു ഫോർത്തിലേക്കുള്ള ഹിന്ദി എടുത്താണ് പടം നിർത്തിയിരിക്കുന്നത്. പിന്നെ 3 സസ്പെൻസ് ക്യാരക്ടർ പടത്തിലുണ്ട്. നിങ്ങൾക്ക് എല്ലാ പടം കാണുമ്പോൾ മനസ്സിലാവും. അത് കിഡിലായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. മോർ ദാൻ ഹാഫ് ആൻ അവർ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മൂവിയാണ്. വയലൻസ് നല്ല എക്സ്ട്രീം ലെവലിൽ വയലൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ CG ആണ് അതിൽ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ CG വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിൽ പല രംഗങ്ങളും ചെറിയ കുട്ടീനെ കാണിക്കുന്ന സീനായാലും അതിലൊക്കെ CG അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഏതാ അത്ര പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഹാഫ് ആൻ അവർ മൊത്തം വയലൻസ് തന്നെയാണ് വരുന്നത്. നായകൻ്റെ ആ ഒരു എക്സ്ട്രീം ലെവൽ തെലുങ്ക് സിനിമ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആ ഒരു ലെവൽ കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനില്ല, കാര്യം കിടിലായി. ഇത് ക്ലൈമാക്സിൽ ഒരു പഞ്ച് കിട്ടേണ്ടിരിക്കുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് മസ്റ്റ് കണ്ടിരിക്കണം. പിന്നെ ഫോർത്തിന് കട്ട വെയിറ്റിംഗ് ആണ്. ക്യാമിയോ ഉണ്ട്, ക്ലൈമാക്സിലുണ്ട്. അത് സെക്കൻഡ് പാർട്ടിലുള്ള ഒരു നായകൻ വരുന്നുണ്ട്, അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നായകൻ വരുന്നൊരു രംഗമുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഫോർത്ത് വരുന്നുണ്ട്, അത് തമിഴ് ആക്ടറാണ്, അത് ക്യാമിയോ ഞെട്ടിച്ചിട്ടുണ്ട്. കട്ട വെയിറ്റിംഗ് അടിപൊളിയാണ്. 1, 2 നീതിയുടെ പടമാണ്. പിന്നെ മാർക്കോ ടച്ച് ഉണ്ട്, ബാലൻസ് അടിപൊളിയാണ്. മൊത്തത്തിൽ പടം അടിപൊളിയാവുന്ന ദീക്ഷ. ഫോർത്ത് പാർട്ട് കട്ട വെയിറ്റിംഗ്. നാനി അടിപൊളിയാക്കിയിട്ടുണ്ട്, മാർക്കോ ലെവൽ. ടോട്ടലി പടം അടിപൊളിയാണ്. ഫസ്റ്റും സെക്കൻഡ് പാർട്ടും കണ്ട ആൾക്ക് ഇത് പടം കത്തും. ഈ ക്ലൈമാക്സിൽ സെക്കൻഡ് പാർട്ടിൽ നായകൻ വരുന്നുണ്ട്. അത് സെക്കൻഡ് പാർട്ട് കണ്ടാക്കി പടം 3-ാം പാർട്ട് അടിപൊളിയായിരിക്കും.